നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കാടിന് നടുവിലുള്ള ഒരു ക്ഷേത്രത്തിലാണ്. എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്താണ് കേട്ടോ ഈ ക്ഷേത്രമുള്ളത്. ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാടിന് നടുവിലൊരു അമ്പലം, അതാണ് ഇരിങ്ങോൾക്കാവിന്റെ പ്രത്യേകത. എറണാകുളം പോലെ തിരക്കേറിയ ഒരു പട്ടണത്തില് അവിടെ ഇതുപോലൊരു സ്ഥലവും ഇതുപോലൊരു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശരിക്കും അത്ഭുതം തോന്നി. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ച് 7 മണിയായപ്പോഴാണ് ഞാൻ ഇരിങ്ങോൾക്കാവിൽ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും കാമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് മെയിൻ എൻട്രൻസിലല്ല കേട്ടോ, പക്ഷെ ബൈക്ക് റോഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി ഉള്ളിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകൾ കണ്ടാലോ? ബാ പോയേക്കാം. ഇവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു മരം കണ്ടു. എന്റെ അമ്മോ, അതിന്റെ വലുപ്പം നോക്കിയേ, എത്ര ഉയരത്തിലാ മരം നിൽക്കുന്നതെന്ന്. ശരിക്കും അത്ഭുതം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. ഇരിങ്ങോൾക്കാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ദേവി മാത്രമേ ഉള്ളൂ. മറ്റു ഉപദേവതകളുടെ ഒന്നും പ്രതിഷ്ഠ ഇവിടെയില്ല. പക്ഷേ ഈ മരങ്ങളെയെല്ലാം ദേവിയുടെ ഉപദേവതകളായിട്ടാണ് കണക്കാക്കുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ പതിയെ ആളുകൾ വന്നു തുടങ്ങി. വന്നവരുടെ ചെരുപ്പ് കിടക്കുന്നുണ്ടോ? ഇത്രയധികം ആളുകളുടെ ആ സമയത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു. എല്ലാവരും ദേവിയെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇരിങ്ങോൾക്കാവിന്റെ കഥ കേൾക്കാം. ബാ. എൻ്റെ പേര് സദാനന്ദൻ എന്നാണ്. ഞാനൊരു 10-30 വർഷമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇരിങ്ങോൾക്കാവിനെ കുറിച്ചാണ്. ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ രൂപപ്പെടാൻ കാരണം, ഇതിൻ്റെ ക്ഷേത്രപരമായ ഐതിഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണാവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് പറയപ്പെടുന്നതിൻ്റെ ഐതിഹ്യം. അതായത് കൃഷ്ണാവതാര കാലഘട്ടത്തിൽ ഇങ്ങനെ ദേവിയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന ശ്രീകൃഷ്ണനെ വകവരുത്താൻ വേണ്ടി കംസൻ ആയിരിക്കും. അതനുസരിച്ച് 7 പുത്രനെയും കംസൻ നിഗ്രഹിച്ചു. അതിന് 8ാമത്തെ പുത്രനെങ്കിലും രക്ഷപ്പെടുത്തുന്ന ആഗ്രഹത്തോടുകൂടി ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് കിടത്തുകയും പെൺകുഞ്ഞിനെ ശ്രീകൃഷ്ണൻ ജനിച്ചു വരും കംസനെ അറിയിക്കുകയും അതനുസരിച്ച് തന്നെ കംസൻ പെൺകുഞ്ഞാന്ന് അറിഞ്ഞിട്ടും അതിനെ കൊല്ലാൻ വേണ്ടി വരികയും അതിനെ എടുത്ത് ആകാശത്തേക്ക് ഉയർത്തുന്ന സമയത്ത് ദേവീശക്തി വിഷ്ണുമായിട്ട് ആകാശത്ത് നിലകൊള്ളുകയും ആ വിഷ്ണുമായ ഇവിടെ ഇങ്ങനെ നിലകൊണ്ടു ഇരിങ്ങോൾക്കാവിലമ്മ ഇരുന്നോളായി. അത് ക്രമേണ ഇരിങ്ങോൾക്കാവിലമ്മയെ നിലകൊള്ളുന്നതാണ്. ഇരുന്നോൾ എന്ന് പറഞ്ഞ സ്ഥലം ഇരിങ്ങോളായി ക്രമേണ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിങ്ങോൾ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ രൂപപ്പെടാനും കാരണം. ദേവിയുടെ പരിചാരകന്മാരായിട്ട് അത് ഇവിടെ നിലകൊണ്ടിരിക്കുന്ന മരങ്ങളെല്ലാം ദേവാണങ്ങളാണെന്നാണ് സങ്കല്പം. ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഇവിടെ നിലകൊണ്ടുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങളോ ലക്ഷലാദികളോ ഒന്നും തന്നെ ആരും ഒന്നും ഉപയോഗിക്കാറില്ല. അത് ദേവിയുടെ പരിചാരബന്ധങ്ങളായിട്ട് ഇങ്ങനെ ദേവിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിലകൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രപരമായിട്ട് ഇവിടെ ദേവി മാത്രമേ ഉള്ളൂ, ഉപദേവന്മാരിൽ ഞാൻ മാത്രം മതി എന്നുള്ളൊരു സങ്കല്പം തന്നെയാണ്. ഇവിടെ ഗണപതിയോ നാഗങ്ങളോ സർപ്പങ്ങളോ ഒന്നും തന്നെ ഇല്ല, ദേവി മാത്രമേ ഉള്ളൂ. ഇവിടെ പൂജയ്ക്കും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ ദേവിക്ക് പൂജാ പുഷ്പങ്ങളെല്ലാം ചെത്തി, തുളസി, താമരയാണ്. ദേവിക്ക് മാല ചാർത്തുന്നത് തന്നെ ഈ 3 പൂവ് കൊണ്ട് മാത്രമാണ് മാല കെട്ടാറുള്ളൂ. മാല തന്നെ ഇവിടുത്തെ നമ്പിയാരോ വാരോ കിട്ടുന്ന മാല മാത്രം ഇവിടെ ചേർത്താറുള്ളൂ. പുറമേ നിന്നൊന്നും ഒരു മാലയും ദേവിക്ക് ഇവിടെ ചേർത്താറില്ല. ചെത്തിയും തുളസിയും താമര മാത്രം സുഗന്ധപുഷ്പങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അഭിഷേകം തന്നെ വെറും പച്ചവെള്ളത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുത്തെ രൗദ്രഭാഗത്തിലുള്ള പുഷ്പാഞ്ജലികളോ പുഷ്പാഞ്ജലി അങ്ങനെ ഒരു പുഷ്പാഞ്ജലികളൊന്നും തന്നെ ക്ഷേത്രത്തിലില്ല. ഇവിടെ വളരെ ശാന്തസ്വരൂപിണിയായിട്ട് ദേവിയാണ്. രാവിലെ സരസ്വതിയും ഉച്ചയ്ക്ക് വനതുർക്കിയാണ്. തൃക്കാർത്തിയുടെ അന്ന് മാത്രം ദേവി രാത്രി ഒരു 2 മണിക്കൂർ സമയം ഭദ്രകാളി ദാനത്തിലുണ്ട്. ആ ദിവസം അവിടെ ഈ താലാൾക്ക് എടുത്തുകൊണ്ട് സ്ത്രീകൾ ഇവിടുത്തെ കാവിൻ്റെ കിഴക്കേ നടക്കാതെ പൂരപ്പറമ്പെന്നൊരു സ്ഥലത്ത് അവിടെ പോയി തിരിച്ചു വരുന്നൊരു സമയം മാത്രമാണ് ഒരു വർഷത്തിൽ ദേവി ഭദ്രകാളി ദാനത്തിലുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഉത്സവത്തിന് പിടിയാനേ എഴുന്നള്ളിയുള്ളൂ. ദേവി കന്യ എന്നുള്ള സങ്കല്പമായതുകൊണ്ട് ശ്രീകൃഷ്ണ സഹോദരിയാണ്, വിഷ്ണുമായയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്സവത്തിന് പിടിയാന മാത്രമേ എഴുന്നുള്ളൂ. ഇവിടെ ആന ഉണ്ടായിരുന്നു. ആന 2009 ചെരിഞ്ഞാണ്. ഉത്സവത്തിന് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ ഇവിടത്തോടനുബന്ധിച്ച് തന്നെ 7 സപ്തദേവി ക്ഷേത്രങ്ങളിൽ കൊടിയേറുകയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള മാണിക്യങ്ങല, വിടാട്, ചെങ്ങൽ, ആയത്തോട്, എഴിപ്പുറം, പൂരനാൾ പൂരം, ഇരിങ്ങോൾ പൂരം. അപ്പോൾ ഈ 7 പൂരങ്ങളും ഒരേ ദിവസം കൊടിയേറുകയും വിവിധ ദിവസങ്ങളിൽ പൂരം ആഘോഷിക്കുകയും ഒരു ദിവസം ആയിട്ട് എല്ലാം പര്യവസാനിക്കുകയും ചെയ്യുന്നൊരു സപ്തദേവി ക്ഷേത്ര ഉത്സവമാണ് ഇവിടെ കൊടിയേറ്റിനോടനുബന്ധിച്ചാണ്. ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ മീനത്തിലെ പൂരമാണ്. ആ സമയത്താണ് നമ്മളീ പറഞ്ഞ കൊടിയേറി ഉത്സവം നടക്കുന്നത്. പിന്നെ ഇവിടെ ഈ വൃക്ഷത്തിലെ തൃക്കാർത്തിക ദേവിയുടെ ഒരു ദിവസത്തെ ഉത്സവമാണ്. അത് കഴിഞ്ഞുപോയി. അതാണ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ കാവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണ് ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള വനമാണ്. ഇന്ത്യയിലെ പട്ടണ മധ്യത്തിലുള്ള വനമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ നഗരസഭയ്ക്കുള്ളിൽ ഇതല്ലാതെ വേറെ വനമല്ല. ലോകത്തിൻ്റെ സ്വിറ്റ്സർലൻഡിൽ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ കേരളത്തിലെ സേലം വാലി കഴിഞ്ഞാൽ പിന്നെ സെമി എവർഗ്രീൻ ഫോറസ്റ്റാണ് ഇരിങ്ങോൾക്കാവ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ രൂപപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ച് KFRI വളരെ നീണ്ടു നിൽക്കുന്ന 3 വർഷം നീണ്ടുള്ള റിസർച്ച് കാവിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. 186 പരം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 76 വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികൾ, പിന്നെ ജൈവവൈവിധ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ചിത്രശലഭങ്ങൾ, അങ്ങനെ അപൂർവം ചിത്രശലഭം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ആവാസഭൂമിയാണ് ഇരിങ്ങോൾക്കാവ്. ഇന്ത്യയുടെ എന്ന് പറഞ്ഞ സാറിന് DFO ആയിരുന്ന, കേരളത്തിൻ്റെ DFO ആയിരുന്ന ഇന്ത്യയുടെ സാറിന് ഈ കാവിനെക്കുറിച്ച് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജൈവവൈവിധ്യം കൊണ്ടും എല്ലാ പ്രത്യേകതകളും ദക്ഷിണ കേരളത്തിലെ 1000-ഓളം കാവുകളിൽ 30 ഏക്കർ കൂടുതൽ വിസ്തീർണ്ണ 4 കാവുകളിൽ ഒന്നാണ്. ബാക്കിയുള്ള കാവുകളെല്ലാം 30 ഏക്കർ വിസ്തീർണ്ണ കാവുകളെല്ലാം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. ഇത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കാവാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വനമാണ്, ക്ഷേത്രമാണിത്. വനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റുള്ള വനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഈ വനത്തിനുള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. മറ്റുള്ള കാടുകളിലേക്കൊന്നും നമുക്കങ്ങനെ കയറാൻ പറ്റില്ല. മാത്രമല്ല കാവുകളിലേക്ക് 9 മണിയുടെ പൂജാ സമയം കഴിഞ്ഞ ഒരാളെ പോലും കാവുകളിനുള്ളിൽ കയറ്റാത്ത രീതിയാണ് അവിടെയുള്ളത്. കാരണം കാവ് അങ്ങനെ ജൈവവൈവിധ്യത്തോടെ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ദേവസ്വം ബോർഡ് ഇവിടെ നാഗഞ്ചിനി മന എന്ന് പറയുന്ന മന, അങ്ങനെ 32 മനക്കാരുടെ ആയിരുന്നു ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 32 കഴുകുലോണാണ് ഇവിടുത്തെ ഈ വട്ടശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അത് നാഗഞ്ചേരി, പട്ടിശ്ശേരി, ഒറവഴിയുന്ന 3 മനക്കാരുടെ അധീനതയിലായി. അത് 70 വർഷം മുമ്പ് ഇവിടെ പൂനെവില്ലിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കേരളത്തിൽ വന്നപ്പോൾ ഇവർക്ക് ഈ ഉണ്ടായിരുന്ന ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. 5000-ഓളം ഏക്കർ ഭൂമി ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവർക്ക് ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ അവർ ഈ ക്ഷേത്രം 70 വർഷം മുമ്പ് ദേവസ്വം ബോർഡിന് കൊടുത്താണ്. അപ്പോൾ അവരുടെ നാഗഞ്ചേരി മന ഇപ്പോഴും ഇവിടെ ഉണ്ട്. മനയൊക്കെ അവർ വിറ്റുപോയി. അവരുടെ പെരുമ്പാവൂർ നഗരസഭയാണ് മന വാങ്ങിച്ചത്. അവിടെ ഒരു ടൂറിസം സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ആയിരുന്നു ക്ഷേത്രം. പ്രധാന വഴിപാട് ദേവിയെ ആദ്യം ഇവിടെ കല്ലിൽ ദർശിച്ച ആൾക്കാർ പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദേവിയെ കല്ലിൽ ദർശിച്ചത് ഇങ്ങനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ അരിവാൾ കൊണ്ട് കല്ലിലെ കൊണ്ട് ഉറച്ചിപ്പോൾ ചോര കാണുമെങ്കിൽ തൊട്ടടുത്തുള്ള നാഗഞ്ചേരി ഈ പറഞ്ഞ മനയിൽ പോയി പറയും. അവിടുത്തെ ബ്രാഹ്മണരായ ആൾക്കാർ ഒന്ന് ദേവിക്ക് ആദ്യം നിവേദിച്ചത് ശർക്കര നിവേദ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം ശർക്കര നിവേദ്യം. അടുത്ത മാസം സെപ്റ്റംബർ മകരം 30 സെപ്റ്റംബർ 12, 13 വരും. ആ ദിവസം ഈ വിത്തയുടെ ചടങ്ങ് നടത്തിയ ഈ ദേവിയുടെ പിന്തുണക്കാരായ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ കുടതുള്ളലും പാട്ടുകളായിട്ട് കിഴക്കേ നടക്കി വരികയും അവിടെ ഒരു ആട്ടും മുടിയടിച്ചിട്ട് പാട്ടൊക്കെ ഉണ്ട്. അവരിവിടെ ദേവിക്ക് ഒരു കറ്റ നേദിക്കും. അന്ന് അവർ വന്നതിന് ശേഷം മാത്രമേ കാവിലമ്മയുടെ നട അടയ്ക്കുകയുള്ളൂ. അവർക്ക് വേണ്ടി നമ്മളന്ന് കാത്തിരിക്കും. അപ്പോൾ അത് വിത്തയുടെ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങായിട്ടാണ് അത് അറിയപ്പെടുന്നത്. എങ്ങനെയുണ്ട് ഇരിങ്ങോൾക്കാവിന്റെ കഥ? ഇഷ്ടപ്പെട്ടോ? ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇരിങ്ങോൾക്കാവെന്ന് ഇവിടുന്ന് പോകുമ്പോഴും അവിടെ എത്തുമ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സത്യത്തിലൂടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നിരോധിച്ച മേഖലയാണ്. പക്ഷേ നമ്മൾ നൈസായിട്ട് നമ്മുടെ ഫോണിൽ വീഡിയോ അങ്ങ് പകർത്തി. അകത്ത് പൂജ നടക്കുന്നുണ്ടാണ് ഇത്രയും ആളുകളും പുറത്തു വെക്കുന്നത്. 24, അതായത് ഇന്നലെ ഇവിടുത്തെ കാർത്തികൂട്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 11:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ കാർത്തികൂട്ടിന്റെ ഭക്ഷണം പാകമാവും. വിഷമിക്കേണ്ട, നമുക്കും തരുമെന്നേ. ഇവിടുന്ന് നടന്നതേ താഴേക്ക് പോകുമ്പോൾ അവിടെ ഒരു കാൽവിളക്ക് കാണും. കുറെ ദൂരം നടക്കാണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഇനി ഏതെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ പാമ്പോ അങ്ങനെയുള്ള ജീവികളൊക്കെ വരും എന്നുള്ളൊരു പേടി നമുക്ക് ഉള്ളിൽ എന്തായാലും വരും. അത്രയും വിജനമായ ഒരു കാടാണ്. 2 സൈഡും കാടാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാടിന് നടുവിലൂടെ ഒരു വഴി. ആ വഴി ചെന്ന് നിൽക്കുന്നത് ഈ അമ്പലത്തിലും. ശരിക്കും രസമല്ലേ? ആ വഴി നടന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നതേ ഈ കൽവിളക്കിന്റെ മുന്നിലാണ്. ഇത് കത്തിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനവിടെ എത്തുമ്പോൾ ഇത് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇരിങ്ങോൾക്കാവിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് വഴികളുണ്ട് കാട്ടിനകത്തേക്ക് പോകാൻ. നമുക്ക് പോകാൻ പറ്റും, പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ അല്പം പേടിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പോയതുമില്ല. അപ്പൊ നമുക്ക് തിരിച്ച് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോയാലോ? ബാ. ദേ, ഇതാണ് ഞാൻ പറഞ്ഞ കാടിനകത്തേക്ക് പോകാനുള്ള ഒരു വഴി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വഴി. ഇതുപോലുള്ള കുറേ വഴികളുണ്ട് ഇവിടെ. അങ്ങനെ ദേ നമ്മൾ നടന്ന് ഇനിയും പറഞ്ഞു തുടങ്ങിയാലേ തീരത്തില്ല. കാരണം അത്രമാത്രം നടക്കാനുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നടന്ന് അവസാനം ഇരിങ്ങോൾക്കാവ് അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തും. അവസാനം നമ്മൾ അമ്പലത്തിന്റെ മുന്നിലെത്തി. ശരിക്കും നമ്മൾ ഇവിടെ നിന്നാണ് താഴേക്ക് പോയതേ.
ഇത് ദേ വഴിപാട് വിവരങ്ങൾ പറയുന്ന ഒരു ബോർഡാണ്. ഇത് ഈ ചേച്ചി ആണ് പൂജാ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. നേരത്തെ ആ സദാനന്ദ ചേട്ടൻ പറഞ്ഞ പോലെ ഇരിങ്ങോൾക്കാവിന്റെ പ്രത്യേകതയാണ് ഇവിടെ പൂക്കൾ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. സ്ത്രീകൾക്ക് മുല്ലപ്പൂ തലയിൽ ചൂടി വരാനും പറ്റില്ല. പൂജാരിമാരാണ് ഇവിടുത്തെ പൂക്കൾ കെട്ടി മാലയാക്കിയിട്ട് ദേവിക്ക് ചാർത്തുന്നത്. അതൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ ഒരു കൽവിളക്ക് ദേ ഇവിടെയും ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് കത്തിക്കുന്നതാണെന്ന് തോന്നുന്നു. കാരണം ആ കൽവിളക്കിൽ കത്തിക്കാനുള്ള ആ ഒരു വിളക്ക് കൂടി കാണുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കാണുന്നത് തെച്ചിയും തുളസിയുമാണ്. അധികം ചെടികളൊന്നും ഇവിടെ കണ്ടില്ല, മുഴുവൻ മരങ്ങളാണുള്ളത്. പക്ഷേ ഈ തുളസിയും തെച്ചിയും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഉപദേവതകളില്ലെങ്കിലും ഞാനിവിടെ ഒരു ശിവലിംഗം കണ്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞായിട്ടുള്ള ശിവലിംഗം. അപ്പം നമുക്ക് ഇറങ്ങാൻ സമയമായിട്ടോ. ഇപ്പൊ ഇറങ്ങിയ എന്റെ കൂടെ ഇറങ്ങാം, ബാ.